വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോ സെലസ്റ്റിൻ. അദ്ദേഹത്തിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിനും ബിസിനസ്സിനുമായി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ സന്തോഷത്തോടെ മുതൽ മുടക്കിയ ജോ സെലസ്റ്റിൻ എന്ന സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഫാമിലിയായി അനുഗ്രഹിക്കുന്നു. താൻ ചെയ്യുന്ന സകല പ്രോജക്റ്റുകളും ബിസിനസ്സും കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ടേൺ ഓവർ വർദ്ധിക്കട്ടെ. താൻ അനേകർക്കൊരു അനുഗ്രഹമായതുകൊണ്ട് തന്നെ കർത്താവെ സമൃദ്ധിയായി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആൻഡമാൻസിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. പോർട്ട് ബ്ലെയറിലാണ് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുക. നേരത്തെ അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആകാനും ദൂരെയുള്ളവർക്ക് പോലും പല ദ്വീപുകളിലുള്ളവർക്ക് ഒരുമിച്ച് വരാനും ഒക്കെയുമുള്ള ഒരു അവസരമാണ്. എല്ലാവരും വരണം. നിങ്ങളെ വ്യക്തിപരമായി വീടുകളിൽ വന്ന് നിങ്ങൾ അടുക്കൽ വന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ് ഫോർ ദി ആൻഡമാൻസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് ഇന്ന് നമ്മളൊരു പുതിയ മെസ്സേജ് സീരീസ് ആരംഭിക്കുകയാണ്. ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു സന്ദേശ പരമ്പരയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഐ ബിലീവ് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി റിഡംപ്റ്റീവ് ഇൻ യുവർ ലൈഫ്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഇത് പല നിലകളിലുള്ള പല മേഖലകളിൽ ഇത് സ്പർശിക്കുകയും അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വ്യക്തിപരമായി വന്നിരുന്ന് ഹാർട്ട് ടു ഹാർട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി നമ്മൾ വായിക്കാൻ പോകുന്ന വേദവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെടുത്ത് തുറക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിൾ പോലും ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ച് പറയുക. 0484422211 എന്ന നമ്പറിലേക്ക് വിളിക്കുക. സൗജന്യമായി ഒരു സമ്മാനമായി നിങ്ങൾക്ക് പുതിയ നിയമം ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഈ സമയത്ത് ലൂക്കോസ് 19-10-ാമത്തെ വാക്യം എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് നോക്കി നമുക്കൊന്ന് വായിക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ ഒരു കാര്യമാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു പിടിച്ച് രക്ഷിക്കുവാനാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതിന് വേണമെങ്കിൽ ദ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജീസസ് എന്ന് പറയാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ദൗത്യം പ്രസ്താവിക്കുന്ന ഒരു വചനമാണിത്. ഐ ഹാവ് കം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ്. കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം പല പ്രാവശ്യം ഞാൻ ഈ സന്ദേശ പരമ്പരകളിലൊക്കെ തൊട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് കോൾഡ് ദ ചാപ്റ്റർ ഓഫ് ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരുന്ന, കണ്ടെത്തുന്ന, അതിനെക്കുറിച്ച് മാത്രം പ്രതിപാദിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് ലൂക്കോസ് 15. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് കാണാതെ പോയ ആട്. അതിനുശേഷം നമ്മൾ കാണുന്നത് കാണാതെ പോയ നാണയം. അവസാനം 3-ാമതായി നമ്മൾ കാണുന്നത് കാണാതെ പോയ മകൻ. ഇങ്ങനെ 3 കാണാതെ പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ പാരബിൾസ്, ഉപമകൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദേശ പരമ്പരയിൽ നമ്മൾ അത് ഓരോന്നും എടുത്ത് നമ്മൾ ചിന്തിക്കുകയും അതിനോട് ചേർന്ന് ചുമ്മാ ഒരു ഹെഡ് നോളജിന് വേണ്ടിയിട്ട് അത് ചിന്തിക്കുകയല്ല,
ഇൻഫർമേഷന് വേണ്ടി മാത്രം ചെയ്യുകയുമല്ല, നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നഷ്ടമായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്താണ് നമ്മുടെ അവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചുവരവിനും ഒരു വലിയ ഒരു അനുഗ്രഹത്തിനും ദൈവത്തോട് അടുക്കുന്നതിനും, അപ്പോൾ തന്നെ ദൈവവുമായി ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന അനേകർ അവരൊന്ന് ദൈവവുമായി കണക്റ്റഡ് ആകുവാൻ, ബന്ധപ്പെടുവാൻ ഒക്കെയും ഈ സന്ദേശ പരമ്പര ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അകത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് പോയി ആദ്യം മുതൽ ഒന്ന് വായിച്ചു നോക്കാം. 3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ആദ്യം വായിക്കാം. അപ്പോൾ യേശു അവരോട് ഈ ഉപമ പറഞ്ഞു, ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഉദാഹരണം. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99നെയും വെളിംപ്രദേശത്ത് വിട്ടിട്ട് നഷ്ടമായതിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ച് പോകുന്നില്ലേ? കണ്ടെത്തുമ്പോൾ അവൻ അതിനെ ചുമലിലേറ്റി സന്തോഷിക്കുന്നു. പിന്നെ അവൻ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ച് കൂട്ടി അവരോട്, എന്നോട് കൂടെ സന്തോഷിക്കുക, എൻ്റെ കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയും. ഇപ്രകാരം തന്നെ മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ അധികം സന്തോഷം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഭാഗത്ത് യേശു പറഞ്ഞു വരുന്നത് ഒരു ആടിനെ കാണാതെ പോയി. പക്ഷെ ആടല്ല ഇവിടുത്തെ വിഷയം. ആട് നഷ്ടപ്പെട്ടാൽ ഒരിടയൻ അതിൻ്റെ പിന്നാലെ ചെന്ന് അതിനെ കണ്ടെത്തി അതിനെ തിരിച്ചു കൊണ്ടുവരും. എന്നാൽ അതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ അതല്ല യേശു ഉദ്ദേശിച്ചത്. യേശു പ്രധാനമായി ഉദ്ദേശിച്ചത് ഒരു പാപി, നഷ്ടപ്പെട്ട ഒരു പാപി ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് യേശു അവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ സന്ദേശ പരമ്പരയ്ക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, അഥവാ കാണാതെ പോയതിനെ തിരഞ്ഞ് എടുത്ത് രക്ഷിക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു സന്ദേശ പരമ്പരയാണിത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അസംബ്ലി ഹാളുകളിലും ചർച്ചുകളിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്ലേസ് ഉണ്ടായിരിക്കും, ഒരു ഡെസ്ക് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ കുട വെച്ച് മറന്നുപോയി. നമ്മൾ ചെല്ലേണ്ടത് എവിടെയെങ്കിലുമല്ല, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷനിലേക്ക് ചെന്നാൽ അവിടെ ചെന്ന് ചോദിക്കുക, എൻ്റെ ഒരു കുട പോയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഒരു പെൻ പോയിട്ടുണ്ട്, കിട്ടി. എൻ്റെ കണ്ണട പോയി, കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ബൈബിൾ വെച്ച് മറന്നുപോയി, കിട്ടിയിട്ടുണ്ടോ? അതാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് കോർണർ ഡെസ്ക്. ഇതുപോലെ നഷ്ടപ്പെട്ടത് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. യേശുവിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, whatever is lost still exists. എന്തെങ്കിലും കാര്യം നമുക്ക് കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ, നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർക്കണം, അത് എവിടെ ഉണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മോതിരം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു, ജോലി ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു, എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തു. പക്ഷെ ഓർക്കണം, ആ മോതിരം എവിടെയോ ഉണ്ട്. ഇറ്റ് ഈസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ്. എന്നാൽ അതിനെ തിരിച്ച് നമ്മളുടെ അടുക്കിലേക്ക് കൊണ്ടുവരിക, ഇറ്റ് ഈസ് എ പ്രോസസ്. അത് ഒരു പ്രവൃത്തിയാണ്. നഷ്ടമായതിനെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രവൃത്തി. എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുവരാം, തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെടലിനും കണ്ടെത്തലിനും ഇടയിൽ ഒരു സെർച്ചിങ് പീരിയഡുണ്ട്. അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ച് നടക്കുന്ന, യാത്രയ്ക്കിടയിൽ പാസ്പോർട്ടോ
പ്രധാനപ്പെട്ട ഡോക്യുമെൻസും പണവും പേഴ്സും എല്ലാം കൂടെ നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കും, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കും. ഇത്രാം തീയതി ഇന്ന റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കാര്യങ്ങൾ നഷ്ടമായി, കണ്ടെത്തുന്നവർ ഇന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാരിതോഷികം നൽകുന്നതാണ്. സോ അതിനിടയിൽ ഒരു സെർച്ചിങ് പീരിയഡ് ഉണ്ട്. യേശു പറഞ്ഞ ഉപമയിൽ കുറെ അധികം ആടുകളുള്ള 100 ആടുകളുള്ള ഒരു മനുഷ്യന് അതിൽ ഒരെണ്ണം നഷ്ടമായി. ഈ ഇടയൻ 99 ഉണ്ടല്ലോ, ഒരെണ്ണമല്ലേ, പോണത് പോട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. 99നെയും ഒരു സ്ഥലത്ത് ഭദ്രമായി സുരക്ഷിതമായി ആക്കി വെച്ച ശേഷം ആ ഒന്നിനു വേണ്ടി അന്വേഷണം ആരംഭിച്ചു. താൻ പോയി വിൽഡർനെസ്സിൽ, ആ കാട്ടിൻ പ്രദേശത്തോ അല്ലെങ്കിൽ എവിടെ വെച്ചാണോ അത് നഷ്ടമായത് അവിടെ എല്ലാം താൻ ആ സർക്കിളിലെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവസാനം ആടിനെ താൻ കണ്ടെത്തുന്നു. കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഓർക്കാം, ഇടയന് ആട് നഷ്ടമായി. ഇടയൻ ആടിനെ അന്വേഷിച്ച് അത് എത്ര ദിവസമെടുത്തു, ആഴ്ചകളെടുത്തു എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. നടന്നത് കണ്ടെത്തുന്നത് വരെ താൻ അന്വേഷിച്ച ശേഷം ആ ആടിനെ തിരികെ ആലയിലേക്ക്, ആട്ടിൻ പറ്റത്തിലേക്ക്, ആട്ടിൻ കൂട്ടിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരികയാണ്. മാത്രമല്ല, കണ്ടെത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് താൻ ആ ആടിനെടുത്ത് ചുമലിലേക്ക് വെച്ചിട്ട് ചുറ്റും ആരുമില്ലായിരിക്കാം, പക്ഷേ അവിടെ നിന്നുകൊണ്ട് താൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തം ചെയ്ത് സന്തോഷിക്കാൻ തുടങ്ങി. ഇത്രയും നാളത്തെ അല്ലെങ്കിൽ ആഴ്ചകളുടെ അന്വേഷണത്തിന് ശേഷം എനിക്ക് എൻ്റെ ആടിനെ തിരികെ ലഭിച്ചു. താൻ തുള്ളിച്ചാടാൻ തുടങ്ങി. തീർന്നില്ല, താൻ തിരികെ വന്ന ശേഷം തൻ്റെ സ്നേഹിതരെയും ബന്ധുക്കളെയും അയൽക്കാരെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ വീണ്ടും ഒരു സെലിബ്രേഷൻ, ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ഉല്ലാസം, ഒരു ഉത്സവം തന്നെ അവിടെ താൻ നടത്തുകയാണ്. ഇവിടെ ഈ ആട് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ഇടയൻ്റെ തെറ്റാകണമെന്നില്ല. സാധാരണയായി സംഭവിക്കാറുള്ളത്, ഒരാട് കൂട്ടത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രീനറായ നല്ല പുൽമേട് കാണുമ്പോൾ പെട്ടെന്ന് കൂട്ടം വിട്ട് അവിടേക്ക് പോയതാകാം. ഇടയൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ, മറ്റുള്ള ആടുകളോട് ചേർന്ന് നിൽക്കാതെ, സ്വാർത്ഥ താല്പര്യത്തിൽ തന്നെത്താൻ കൂട്ടം വിട്ട് മാറി പോയി അവിടെ മേഞ്ഞതാകാൻ കാരണം. അതിനുശേഷം തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ വഴി അറിയുന്നില്ല. കൂട്ടം മുഴുവൻ താൻ അറിയാതെ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോയിക്കളഞ്ഞു. താൻ ഒത്തിരി കരയുന്നു. ഈ ആട് ഒരുപക്ഷെ ഒത്തിരി നിലവിളിച്ച് കാണും, പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകാം. ഇടയൻ്റെ ശബ്ദം ശ്രദ്ധിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ആടുകൾ തൻ്റെ ഇടയൻ്റെ ശബ്ദം ശ്രവിക്കുന്നു. എന്നാൽ അങ്ങനെ ശ്രവിക്കാതെ പോയതാകാം. കൂടുതൽ പുല്ല് തിന്നാൻ മറ്റു ഭാഗങ്ങളിലേക്ക് പോയതാകാം. പല കാരണങ്ങളാൽ, ഏത് കാരണവുമാകട്ടെ, ഈ ആട് കൂട്ടം വിട്ട്, ഇടയനെ വിട്ട് തെന്നി മാറി പോകുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം. ഇടയനും ആടും എന്നൊക്കെ പറയുമ്പോൾ യോഹന്നാൻ 10-ൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദീർഘമായി യേശു സംസാരിക്കുന്നൊരു ഭാഗമുണ്ട്. ആടുകളുടെ നല്ല ഇടയൻ ഞാനാകുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നു. നല്ല ഇടയൻ ആടുകളെ പേർചൊല്ലി വിളിച്ച് പുൽപ്പുറത്തേക്ക് മേച്ചിലിനു വേണ്ടി കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങളിൽ യേശു താൻ നല്ല ഇടയനാണെന്നും ആടുകൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കുന്നവനാണെന്നും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഉപമയിൽ യേശു പറഞ്ഞു വരുന്നതും സെയിം തന്നെയാണ്. താൻ നല്ല ഇടയനാണ്. അതുകൊണ്ട് ഒരിക്കലും നല്ല ഇടയൻ ഇത്രത്തോളം സ്നേഹമുള്ള, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകാൻ വരെ തയ്യാറുള്ള ഒരു ഇടയൻ്റെ തെറ്റുകൊണ്ടല്ല ആട് നഷ്ടമായത്. ആടിൻ്റെ തന്നിഷ്ടം കൊണ്ടാണ്.
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ യേശുവിൻ്റെ സ്വരം കേൾക്കാതെ, നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കാതെ, ദിനംപ്രതി ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്കാതെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ ഉപമയിലെ ആടിനോട് നമ്മൾ തുല്യരാണ്. വി ആർ ലോസ്റ്റ് ഷീപ്പ്. കാരണം ഇടയനിൽ നിന്നും അകന്നുപോയി, കൂട്ടത്തിൽ നിന്നും അകന്നുപോയി, കൂട്ടായ്മയിൽ നിന്നും അകന്നുപോയി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇതുവരെ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്ത, ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ വ്യക്തിപരമായി ഒരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരാടിന് തുല്യമാണ്. പാപത്തിലാണ് ഇന്നും ജീവിക്കുന്നതെങ്കിൽ, തന്നിഷ്ടത്തിലാണ് ഇന്നും ജീവിക്കുന്നതെങ്കിൽ ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നഷ്ടപ്പെട്ട ആടിന് തുല്യമാണ്. കൂട്ടം വിട്ട്, കൂട്ടായ്മ വിട്ട്, പ്രാർത്ഥനകളിൽ സംബന്ധിക്കാതെ ഇഷ്ടമനുസരിച്ചുള്ളൊരു ജീവിതമാണെങ്കിൽ ഓർക്കണം, നിങ്ങൾ നഷ്ടപ്പെട്ട ആടാണ്. ഏതവസ്ഥയിലായിരുന്നാലും വാട്ട് ഈസ് ദ വേ ഓഫ് റിഡംഷൻ? എങ്ങനെ ഇതിനെ തിരിച്ചു കൊണ്ടുവരാം? പരിഹാരം യേശു തന്നെ പറഞ്ഞു, സീക്ക്, ഫൈൻഡ് ആൻഡ് ബ്രിങ് ബാക്ക്. അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി ആലയിലേക്ക് ഈ ആടിനെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇന്നും യേശു അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, സ്വന്തം ഇഷ്ടങ്ങളിൽ ജീവിക്കുന്ന സകലരെയും തന്നിലേക്ക് കൊണ്ടുവന്ന് ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമായി മാറുവാൻ യേശു എന്നും താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് എൻ്റെ അവസ്ഥ? ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരാടാണോ? യേശു വന്നത് അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിച്ച് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്നൊരു പക്ഷേ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതിലൂടെ ദൈവസ്നേഹം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളിൽ ജീവിച്ച് മദ്യപാനത്തിലോ പുകവലിയിലോ മറ്റുള്ള പാപപ്രവൃത്തികളിലോ ദൈവവുമായി ബന്ധമില്ലാതെ ഒരു പ്രാർത്ഥനകളിലും സംബന്ധിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, സാധാരണ എല്ലാവരും ജീവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ഭക്ഷിക്കുന്നു, ഉറങ്ങുന്നു, വിസർജിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ ശാരീരിക പ്രക്രിയകൾ മാത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? വിദ്യാസമ്പന്നനായിരിക്കാം, വിദ്യാവിഹീനനായിരിക്കാം, പക്ഷെ ദൈവവുമായി കണക്ഷൻ ഇല്ലാത്തൊരു ജീവിതത്തിലാണെങ്കിൽ യു ആർ എ ലോസ്റ്റ് ഷീപ്പ്. അങ്ങനെയുള്ളതിനെ തിരഞ്ഞു പിടിച്ച് രക്ഷിക്കാനാണ് യേശു വന്നത്. ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം നടക്കുന്നത് പോലും അങ്ങനെയുള്ളവരെ തിരഞ്ഞു പിടിച്ച് രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് മറക്കരുത്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ഇത് സ്പർശിക്കുന്നുണ്ടെങ്കിൽ, എനിക്കങ്ങനെ ദൈവത്തിലേക്ക് വരുവാൻ ഒരു ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്കുള്ളിൽ തോന്നുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. വെരി 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 സിമ്പിൾ വേ. എന്നോട് ചേർന്ന് ഹൃദയത്തിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. ആ ലോസ്റ്റ് ഷീപ്പ് എന്നതിൽ നിന്നും ഫൗണ്ട് ഷീപ്പ് ആയി, കണ്ടെത്തപ്പെട്ട ഒരാടായി മാറാൻ, യേശുവിൻ്റെ ആടായി മാറാൻ ഈ സമയത്ത് തീരുമാനിക്കുമെങ്കിൽ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാത്തവർ, ഞാൻ ദൈവത്തോട് അടുത്ത് തന്നെയാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നവർ കുറെ കൂടി കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചാലും, യേശുവേ, ഞാൻ അങ്ങിൽ നിന്നും അകന്ന് ജീവിക്കുന്നൊരു വ്യക്തിയാണ്, എന്നാൽ അങ്ങയോട് അടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെ തേടിയാണല്ലോ. അതിനാൽ യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു, എന്നെയും രക്ഷിക്കണമേ. അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷകനാണ്. അങ്ങയുടെ രക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേയ്ക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആമേൻ. ആ കൊച്ചു പ്രാർത്ഥനയാണെങ്കിൽ പോലും പരമാർത്ഥ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ ഇന്ന് മുതൽ, യേശു നിങ്ങളെ തൻ്റെ ഒരു ഷീപ്പായി, തൻ്റെ ഒരു ആടായി നടത്താൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് മിറക്കിൾസ് ടുഡേ എന്ന അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കാണുമ്പോൾ ഓർക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് യേശു നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. കർത്താവ് ഇപ്പം ഇവിടെ വെച്ച് ചെയ്ത ഒരു അത്ഭുതമാണ്. പ്രിയ ചിങ്ങവനത്തു നിന്ന് വരുന്നു. കൈക്ക്
5-6 മാസമായിട്ട് കൈക്ക് വേദനയായിരുന്നു. കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും സഹോദരി പറയുന്നത് ഇതൊരു ഷോക്ക് അടിച്ചതുപോലെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോഴും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് ഭാഗത്ത്? വലതുവശത്ത്. എന്ത് ഷോക്കാ? കറണ്ട് അടിപ്പിച്ച പോലെ ഇരിക്കും. കറണ്ട് അടിപ്പിച്ചതുപോലെ തോന്നി. എന്നിട്ട് ഇപ്പൊ ആ വേദനയുണ്ടോ, പ്രശ്നമുണ്ടോ? അവിടെ എല്ലാം ഉയർത്തിയൊക്കെ നോക്കിയോ? അത് മാറി. അത് എന്ത് കറണ്ടാണത്? പരിശുദ്ധാത്മാവ് അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു. വിടുതൽ ആ സമയത്ത് തന്നെ കർത്താവ് കൊടുത്തു. ഈ സൗഖ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. ഈ അപ്പച്ചൻ്റെ പേര് ജോസഫ്, ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ താൻ 2 അടി പൊക്കത്തിൽ നിന്ന് വലതുവശത്തേക്ക് ചരിഞ്ഞു വീണു. തോളല് കുത്തിയാണ് വീണത്. അന്ന് മുതൽ തോളലിന് ഭയങ്കര വേദനയായിരുന്നു. താൻ പലയിടത്തൊക്കെ പോയെങ്കിലും വേദനയ്ക്ക് യാതൊരു ശമനവും ലഭിച്ചില്ല. അങ്ങനെ ആ വേദനയും വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ വരുന്നത്. വേദന ഉണ്ടായിരുന്നു. കൈ ഏകദേശം ഈ തോളിന്റെ പൊക്കത്തിൽ മാത്രമേ ഉയർത്താൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകി. ഇപ്പോൾ കൈ ഉയർത്താൻ പറ്റുന്നുണ്ടെന്നാണ് അങ്കിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നന്നായിട്ട് ഉയർത്തുന്നു. കാണാമോ? ഇത്രയും മാത്രമേ ഉയരുള്ളായിരുന്നു. പക്ഷെ ഒന്നുകൂടി ഉയർത്തി കാണിച്ച് അവരെ എല്ലാവരും ഒന്ന് കാണട്ടെ. മൈ ഗോഡ്, താങ്ക് യു ഫാദർ. കർത്താവ് വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് കർത്താവ് വേദനയിൽ നിന്ന് വിടുവിച്ചു. അതിനായി നന്ദി. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ജോ സെലസ്റ്റിനോട് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെയും പേരിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ധാരാളമായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആഴ്ച അവസാനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരിക്കും ആൻഡമാൻസ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. വരാൻ കഴിയുന്നവരെല്ലാം വന്നു ചേരണം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഒരുമിച്ച് ഒരേ സമയം അനേക സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഓരോ വ്യക്തികളിലും വന്നു ചേരട്ടെ. മസ്തിഷ്ക ജ്വരം, ബ്രെയിനെ ബാധിക്കുന്ന ആ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ലങ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ന്യൂമോണിയ മുതൽ ഉള്ള എല്ലാ രോഗങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നത്, ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. സൗഖ്യമാകട്ടെ. വലിയ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ത്രേസ്യ, കൊച്ചു ത്രേസ്യ, ആ പേരുള്ളൊരു സഹോദരിയെ കർത്താവ് തൊടുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മുഖത്തും കണ്ണിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ശരീരത്തിലെ വിവിധ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. സൗഖ്യമാകട്ടെ. അതുപോലെ വല്ലാതെ മുടി പൊഴിയുന്ന ഒരു സഹോദരിയെ കർത്താവ് പൂർണ്ണമായൊരു വിടുതലിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹോർമോണൽ പ്രോബ്ലം ശരീരത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വിവിധ രീതിയിലുള്ള വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു സൗഖ്യദായകനാണ്. വിശ്വസിക്കുക. കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. അബ്ഡോമിനൽ പ്രോബ്ലംസ്, വയറിനകത്തുള്ളത്, അതുപോലെ ഹാർട്ടിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾ ഫെയിലിയറായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും, രോഗവിവരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ നാമത്തിലുള്ള രോഗസൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. വിടുതലിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. സാമ്പത്തിക വിടുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹങ്ങൾ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും കർത്താവ് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങളായിരിക്കും നാളുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനിടയിൽ ഒരു എപ്പിസോഡ് പോലും മിസ്സാകരുത്. ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാൻ തുടങ്ങുക. അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 0484422211 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒന്നുകിൽ ഓർത്തിരിക്കുക, മറവിയുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. ഏതൊരു സമയത്തും ഏതൊരാവശ്യത്തിനും നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന നമ്പറാണ്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. തുടർന്നുള്ള പ്രോഗ്രാമുകൾ കണ്ടാൽ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്:
ന്യായപ്രമാണം എഴുതിയ കല്ലുകൾ സ്ഥാപിച്ച മല ഏത്? ഒരിക്കൽ കൂടി ഞാൻ പറയാം. ന്യായപ്രമാണം എഴുതിയ കല്ലുകൾ സ്ഥാപിച്ച മല ഏത്? ഓപ്ഷൻസ്: എ ഗരിസിം, ബി ഏബാൻ, സി സീനായ്, ഡി സിയോൻ. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ന്യായപ്രമാണം എഴുതിയ കല്ലുകൾ സ്ഥാപിച്ച മല ഏത്? ഓപ്ഷൻസ്: എ ഗരിസിം, ബി ഏബാൻ, സി സീനായ്, ഡി സിയോൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ SMS ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ലഭിക്കേണ്ടതാണ്. ശരി ഉത്തരം അയക്കുന്ന 5 പേർക്ക് OM-BOX നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഞങ്ങൾ അയച്ചു തരുന്നതാണ്. സോ നാളത്തെ ബൈബിൾ ആൻഡ് യു കാണാൻ മറക്കരുത്. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.